മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കുറച്ച് കുട്ടികള് വന്ദേ ഭാരതിൽ വെച്ച് ദേശഭക്തി ഗാനം ആലപിച്ചതിന് നമ്മുടെ കേരളത്തില് എന്തുമാതിരി വലിയ ചർച്ചയായിരുന്നു, എന്തുമാതിരി വലിയ ഉറഞ്ഞുതുള്ളലായിരുന്നു, എന്തുമാതിരി വലിയ കുരുപൊട്ടലായിരുന്നു. നമ്മുടെ സകല പ്രമുഖ മാധ്യമങ്ങളും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച പോലും നടത്തി. അതുമായി ബന്ധപ്പെട്ട് സുഡാപ്പികളും തീവ്രചിന്താഗതിക്കാരും സകല മോദി വിരുദ്ധരും നമ്മുടെ കേരളത്തിൽ അണിനിരന്ന് പ്രതിഷേധമൊക്കെ ഉയർത്തിയത് നമ്മളൊന്നും തന്നെ മറന്നിട്ടില്ല. ഇനി ഇതിനെതിരെ ഉറഞ്ഞു തുള്ളിയ സകല ആളുകളും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചിരുന്നിട്ട് കൃത്യമായിട്ട് അങ്ങ് കേട്ടുകൊള്ളൂ. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം BJP പ്രവർത്തകര് ഗണഗീതം അങ്ങ് ആലപിച്ചിട്ടുണ്ട്. RSSന്റെ ഗണഗീതം വന്ദേ ഭാരതില് കുട്ടികൾ എന്താണോ ദേശഭക്തി ഗാനമായിട്ട് ആലപിച്ചത്, അതേ RSS ഗണഗീതം തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരയില് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് ആലപിച്ചിരിക്കുന്നു. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറയുന്ന വരികളുള്ള ആ സുന്ദരമായ നമ്മുടെ മണ്ണിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഒരു മധുര പ്രതികാരം അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ സുഡാപ്പികൾ എങ്ങനെയാണ് സഹിക്കുക? ഇതൊക്കെയാണ് അക്ഷരം തെറ്റാതെ മനസ്സിലാക്കേണ്ടത്. കാലത്തിന്റെ കാവ്യനീതി വന്ദേ ഭാരതിൽ ആലപിച്ചതിന് ഉറഞ്ഞുതുള്ളിയ കുരുപൊട്ടിയ സകല ആളുകളുടെയും മണ്ടക്കടിച്ചതുപോലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളില് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് ദേശഭക്തി ഗാനം ആലപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണിലൊക്കെ വാർത്ത വന്നിട്ടുള്ളത്, RSSന്റെ അജണ്ട ആദ്യ ദിനം തന്നെ പുറത്തു വന്നു, RSSന്റെ ആശയം ആദ്യ ദിവസം തന്നെ പുറത്തു വന്നു എന്ന് ബഹളം വെക്കുന്നുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇതിങ്ങനെ വിളിച്ചു പറയും, ഇതൊക്കെ RSSനല്ലേ ഗുണം? RSS തീവ്രതയോ എന്ന് പറയുന്നതും ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ട. എന്നിട്ട് നിങ്ങൾ പറയുന്ന തീവ്രത എന്ന് പറയുന്നത്, RSSന്റെ തീവ്രത എന്ന് പറയുന്നത് ദേശഭക്തി ഗാനമാണോ? നമ്മുടെ മണ്ണിനോടുള്ള സ്നേഹമാണോ? അങ്ങനെയാണെങ്കിൽ RSSന്റെ ആ ദേശഭക്തി ഗാനത്തെയല്ലേ ആളുകൾ അംഗീകരിക്കുക? RSS ഉയർത്തിപ്പിടിക്കുന്നത് സ്വന്തം മണ്ണിനോടുള്ള സ്നേഹമല്ലേ എന്ന് മീഡിയ വൺ ചാനലിലൂടെ തന്നെ ആളുകൾ ബോധവും വിവരവും വിവേകവും ഉള്ള ആളുകൾ തിരിച്ചറിയൂലേ? RSSന്റെ ആശയം ആദ്യ ദിനം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെയാ ചോദിക്കുന്നത്. ഈ ആശയം ഇതാണെങ്കിൽ ഇവിടെയുള്ള ബോധമുള്ള സകല ആളുകളും ഇത് സ്വീകരിക്കില്ലേ? RSSന്റെ ആശയം എന്ന് പറയുന്നത് സ്വന്തം മണ്ണിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് തന്നെയാ. പെറ്റമ്മയെയും പിറന്ന നാടിനെയും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് ഉയർത്തിപ്പിടിക്കുന്നവർ തന്നെയാ RSS. അത് തന്നെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതൊക്കെ ബോധമുള്ള ഈ മണ്ണിനോട് സ്നേഹമുള്ള സകല ആളുകളും ചേർത്ത് പിടിക്കുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഈ RSSന്റെ ഗണഗീതം കോർപ്പറേഷൻ കൗൺസിൽ ഹാളില് ആലപിച്ചപ്പോഴേക്ക് ഉറഞ്ഞുതുള്ളി ഒരുപാട് ആളുകൾ ഈ രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരം കുറച്ച് ഉദാഹരണങ്ങളൊന്ന് ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കാം. ആദ്യത്തെ കമന്റ് ആണ്, കൊണ്ടുപോയി കുത്തിക്കൊടുക്കുന്നവർ കരുതിയിരുന്നോളൂ, ഒരു സുപ്രഭാതത്തിൽ ഇവർ നമ്മുടെ ഓരോരുത്തരുടെയും നേരെ വരും. അപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അകറ്റി നിർത്തിയാൽ ഒരുമിച്ച് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ബീഫ് മുതൽ കോണഗീതം അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഓരോരുത്തരും ആലോചിക്കേണ്ട സമയമാണിത്. സൂക്ഷിക്കാൻ ദുഃഖിക്കേണ്ട ഉളപ്പില്ല ഈ സുഡാപ്പിക്ക്, ഈ ജിഹാദിക്ക്, ഈ തീവ്ര ചിന്താഗതിക്കാരനൊക്കെ ഇപ്പയും ഇത് തന്നെ വിളിച്ചു വരുന്ന ഒരു ഉദാഹരണം മാത്രം. ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ രംഗത്തെത്തിയിട്ട് ഇത്തരം ആളുകൾക്കൊന്നും ഉളുപ്പില്ലേ? 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയം മുതൽ ഇത് തന്നെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെയുള്ള സകല മുസ്ലിങ്ങൾക്കും സകല ക്രിസ്ത്യാനികൾക്കും സകല മതങ്ങളിൽപ്പെട്ട ആളുകളും ഇവിടെ സമാധാനത്തിൽ എത്ര സുന്ദരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ബംഗ്ലാദേശിലെ കൊന്നത് നോക്കണം. ഇമാതിരി ആളുകൾ പിന്തുണയ്ക്കുന്ന ഇവരുടെ
പ്രിയപ്പെട്ട ദുറാത്തി ഉൾപ്പെടെ പൊക്കിപ്പിടിക്കുന്ന ബംഗ്ലാദേശിലേക്ക്, അങ്ങനെ സുഡാപ്പികളും പൊക്കിപ്പിടിക്കുന്ന ബംഗ്ലാദേശിലേക്ക് നോക്കണം, നിന്ന് കത്തുക. അതേസമയം ഇവര് എതിർത്ത നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഭാരതം എത്ര സുന്ദരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്നവൻ പോലും സമാധാനത്തിൽ ഒരിടത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കല്ലേ. സകല ആളുകളും തിരിച്ചറിയാ ഈ സുഡാപ്പികളുടെയൊക്കെ പച്ചക്കള്ളം ദിനം പ്രതി പൊളിയാ. ഈ 2014 പറഞ്ഞ അതേ കള്ളം ഇന്നും പറയാൻ ഇവനൊന്നും ഒരു ഉളുപ്പില്ലേ. അടുത്ത കമന്റാണ്, ഈ തീവ്രവാദികൾ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ മറ്റൊരു മണിപ്പൂരും ഛത്തീസ്ഗഡും ആകും കേരളം. അന്ന് വിരൽ കടിച്ചിട്ട് കാര്യമില്ല, BJP തീവ്രവാദികളെ അകറ്റി നിർത്തുക. മണിപ്പൂരിലും ഛത്തീസ്ഗഡിലൊക്കെ ഈ ഗോത്രങ്ങളൊക്കെ തമ്മിലുള്ളത് പോലും എന്തിനാ BJPയുടെ തലയിലേക്ക് വെക്കുന്നത്? ഈ രാജ്യം ഭാരതീയ ജനതാ പാർട്ടി അടക്കി ഭരിക്കൽ തുടങ്ങിയിട്ട് 3ാം ടേമിലേക്ക് എത്തി 11ാം വർഷവും കഴിഞ്ഞ് ഈ ഘട്ടത്തിലും ഉളുപ്പില്ലാതെ ഇവിടെ എന്തോ ഉളുപ്പില്ല. ഇവരൊന്നും ഇത്തരം സുഡാപ്പികൾക്കൊന്നും ഉളുപ്പില്ലേ. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടിച്ചൂടെ? നിങ്ങളും നിങ്ങളുടെ കുടുംബമൊക്കെ മറ്റേതൊരു രാജ്യത്തേക്കാൾ സുന്ദരമായിട്ട് ഇവിടെ ജീവിക്കുന്നില്ലേ? ആ നന്ദിയെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നവരോടൊന്ന് കാട്ടിക്കൂടെ? ഇജാതി ഉളുപ്പില്ലാത്ത മനുഷ്യര് ഈ രാജ്യത്തെ ഉണ്ടോ? ഇത്തരം സുഡാപ്പികളെ ഉണ്ടാവും. അടുത്ത ഓരോ ദിവസവും കഴിയുമ്പോഴും മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് വംശഹത്യയിലേക്ക് ഉള്ള ദൂരം കുറഞ്ഞു വരികയാണ്. സംഘി തീവ്രവാദികളെ അകറ്റി നിർത്താൻ സമാധാന പ്രേമികളായ ഹിന്ദുക്കൾ രംഗത്ത് വരണം, നാടിനെ രക്ഷിക്കണം. എന്തൊരു വിലപിക്കലായി കേൾക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് RSS ഗണഗീതം, ദേശഭക്തി ഗാനം, ഈ മണ്ണിനോടുള്ള സ്നേഹം, ഈ മണ്ണിന്റെ പവിത്രത, ഈ മണ്ണിന്റെ പുണ്യം അതൊക്കെ എടുത്തുയർത്തുന്നതിന് എന്തിനാണ് മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു എന്ന് പറഞ്ഞ് ഇത്തരം സുഡാപ്പികൾ രംഗത്തെത്തുന്നത്? ഇവന്മാർ ഇതേ ചിന്താഗതിയുള്ള ആളുകളൊക്കെയുള്ള ഇത്തരം ആളുകൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലൊക്കെ സമാധാനം ഒരു മതത്തിനുമില്ല എന്നുള്ളതും സകല ആളുകളും അങ്ങ് തിരിച്ചറിയാം. അടുത്ത കമന്റ്, ജനാധിപത്യ രാജ്യത്ത് രാമരാജ്യം പുലർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തി നിരസിക്കുന്നവർ എങ്ങനെയെല്ലാമാണ് നമ്മുടെ രാജ്യത്തെ അവഹേളിക്കുന്നത്? കാലം മറുപടി നൽകാതെ കടന്നു പോകില്ല, ജയ് ഹിന്ദ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തി എന്ന് പറയാൻ ഈ ദേശത്തിനെ കുറിച്ചുള്ള ഗാനം ആലപിച്ചതിൽ അതായത് കോർപ്പറേഷൻ കൗൺസിൽ ഹാളില് RSS ഗണഗീതം ആലപിച്ചു എന്ന് പറയുന്നതിന് വരുന്ന കമന്റുകളാണ് നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തി, ഇവിടെ സമാധാനമില്ല എന്നൊക്കെ നമ്മുടെ ദേശത്തിന്റെ പുണ്യത്തെക്കുറിച്ച്, നമ്മുടെ മണ്ണിന്റെ മഹത്വത്തെക്കുറിച്ച് ആലപിക്കുമ്പോ ഇവർക്ക് എന്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്? അത്തരം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകള് ഇത്തരം ആളുകളെ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ഒഴിഞ്ഞു പോയി തരണമെന്നേ ഇത്തരം ആളുകളോട് പറയാനുള്ളൂ. സ്വാതന്ത്ര്യം പോലില്ല, അടിച്ചമർത്തുക എന്ന്. ഏത് ദേശഭക്തി ഗാനം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ആലപിച്ചതിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത്? ഇത്തരം ഒരു കാര്യം പറയാം, ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി, നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതിലൊന്നും ഒരു എതിർപ്പുണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് തന്നെയാണ് ഈ മണ്ണിനോട് കൂറുള്ള ഏത് സംവിധാനങ്ങൾ രാജ്യം ഭരിച്ചാലും, ഏത് പാർട്ടി രാജ്യം ഭരിച്ചാലും ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇനി നിങ്ങൾ ഗൾഫിലേക്ക് നോക്കുക, അവിടെ ഇസ്ലാമിസ്റ്റ് ഭരണവും ഇസ്ലാമിസ്റ്റ് ആശയവും ഇസ്ലാമിസ്റ്റ് സകല കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു എതിർപ്പില്ല. ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കട്ടെ. അങ്ങനെ ഓരോ രാജ്യങ്ങൾ ലോകത്ത് എവിടെ നോക്കിയാലും അവരവരുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കും. നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട, അത് ഈ രാജ്യത്തോട് കൂറുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട പൈതൃകവും സംസ്കാരവും സകലതും ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. അത് ഈ രാജ്യത്തോട് കൂറുള്ളവർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടുന്നവർ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അടുത്ത കമന്റ്, ഒരുപാട് ആളുകൾ തെറിവിളികളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഒരുപാട് ആളുകളാണ് രംഗത്ത് വരുന്നത്. നമ്മൾ അത്തരം തെറിവിളികളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. വലിയ കുരുപൊട്ടല. നമ്മുടെ മണ്ണിനോടുള്ള സ്നേഹം കണ്ട ഇത്തരം ചുടാപ്പികൾക്ക് വലിയ കുരുപൊട്ടല. ഇത്തരം ആളുകൾ നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും. നമ്മുടെ മണ്ണിനോടുള്ള സ്നേഹം ആലപിക്കുമ്പോൾ, അതൊക്കെ ആയിട്ട് പാടുമ്പോൾ, നമ്മുടെ മണ്ണിന് വേണ്ടി ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് കേട്ടിട്ട് കുരു പൊട്ടുന്നവരുണ്ടെങ്കിൽ അവർ നമ്മുടെ നാടിന്, നമ്മുടെ മണ്ണിന് എതിരുള്ളവരാണ്. അവർ നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ
വേണ്ട.